വേഗാവട്ടെ ബാബ. ഞങ്ങൾ ഇത്ര നാൾ ഭയപ്പെടുത്തിയ ആദിശേഷന്റെ മുഖം ഒന്ന് കാണണം, കണ്ടേ പറ്റൂ. ഇനി അല്പനേരം കൂടി മാത്രം. യാഗത്തിന്റെ പകുതി ഭാഗം ഇപ്പോൾ തന്നെ കഴിഞ്ഞു. ആദിശേഷന്റെ അവസാനം ഇന്ന് തന്നെ. നദി വളരെ ശക്തമായിട്ടാണല്ലോ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതിയും എന്നോട് ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. പ്രകൃതി ദേവി, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ ദേഷ്യം കാണിക്കുന്നത്? എനിക്കിപ്പോ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എത്തിയേ പറ്റൂ. ഇല്ലെങ്കിൽ എനിക്ക് എന്റെ ആദിശേഷനെ രക്ഷിക്കാനാവില്ല. ഇത്രയും വർഷം ഞാൻ അനുഭവിച്ച കഷ്ടങ്ങൾ, എന്റെ ശ്രമങ്ങൾ, എന്റെ പോരാട്ടങ്ങൾ, ആദിശേഷന് വേണ്ടി ഞാൻ കാത്തു സൂക്ഷിച്ച എന്റെ സ്നേഹം എല്ലാം വെറുതെ ആയി പോകും. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട ആദിശേഷനെ തിരികെ നേടിയെടുത്തിട്ടും അവന്റെ കൂടെ എനിക്ക് ജീവിക്കാനാവുന്നില്ലല്ലോ. ആദിശേഷൻ അവിടെ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ പോരാടുകയാണ്. പ്രകൃതി ദേവി, എനിക്ക് അവനെ രക്ഷിച്ചേ പറ്റൂ. ദയവ് ചെയ്ത് എന്നെ സഹായിക്കൂ. നാഗകന്യകയുടെ രൂപമെടുത്ത് മറുകര എത്താമെന്ന് വിചാരിച്ചാൽ എന്നെ കൊണ്ടിപ്പോൾ രൂപം മാറാനും സാധിക്കുന്നില്ലല്ലോ. മോളെ, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഓഹോ, നദി താണ്ടി പോകണോ? അതെ. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല മോളെ. നീയാണ് ഇപ്പോ ശത്രുക്കൾ വിരിച്ച വലയിൽ അകപ്പെട്ടിരിക്കുക. അവര് പറയുന്ന രീതി പെരുമാറാനേ സാധിക്കൂ. നിന്റെ സ്വന്തം ശക്തിയൊന്നും പ്രയോജനത്തിൽ വരില്ല. നിങ്ങൾ എന്തായി പറയുന്നത്? അല്ല, ആരാ നിങ്ങള്? നിന്നെ സഹായിക്കാനാണെന്ന് കരുതിക്കൂ. നിന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ വന്നതാണെന്ന് വെച്ചോ നീ. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? ഈ നദി കടക്കുന്നതിന് നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമെന്നോ? അല്ല മോളെ, നിന്റെ കയ്യിൽ തന്നെ വഴിയുള്ളപ്പോ ഞാൻ എന്തിനാ നിന്നെ സഹായിക്കുന്നേ? എന്റെ കയ്യിലോ? നോക്ക്, നിന്റെ ഭർത്താവിന്റെ ജീവിതം നഷ്ടമാവരുതെങ്കിൽ നിന്റെ കയ്യിലുള്ള മോതിരം എനിക്ക് ഓരിത്തരൂ. മോതിരമോ? ആ, എന്റെ കയ്യിൽ മോതിരമൊന്നും ഇല്ലല്ലോ. അല്ല മോളെ, നിന്റെ വലത് കയ്യിൽ മോതിര വിരലിൽ കിടക്കുന്ന ആ മോതിരം അത് ഒരു എന്റെ ഈ കയ്യിലേക്കിട്. അപ്പൊ നിനക്ക് വഴി കാണാൻ സാധിക്കും. അയ്യോ, എനിക്കിത് മനസ്സിലായതേ അല്ലല്ലോ. എന്താലോചിച്ചോണ്ട് നിൽക്കുവാ നീ? ഇപ്പൊ തന്നെ വൈകിയില്ലേ? സുബ്രഹ്മണ്യന്റെ സന്നിധിയിൽ പോയി എന്റെ ഭർത്താവിനെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്ക്. പോ. ജയ് മഹാകാളി. മുക്കാൽ ഭാഗത്തോളം മനുഷ്യരൂപം വന്നു മുതലാളി. ഇനി കാൽ ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ. സംഹരിക്കാൻ ആയുധം കയ്യിലുണ്ട്. നാഗമാണിക്യം തിരിച്ചു പിടിക്കാൻ ഭൂമിയിലേക്ക് വന്നവരെ വെറും കൈയോടെ തിരിച്ചയക്കും ഞാൻ. വെറും ഇവനെ സംഹരിക്കുക മാത്രമല്ല, ഇത് കാരണം ആ ഇച്ഛാധാരി നാഗറാണിയും മരിക്കേണ്ടത് ആവശ്യമാണ്. അതും നിന്റെ ലക്ഷ്യം തന്നെയാണ്. തീർച്ചയായും ബാബ, രണ്ടാളെയും ഞാൻ ബാക്കി വെക്കില്ല.
മുത്തശ്ശി, ദീപം അണഞ്ഞു പോയല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ദീപം അണഞ്ഞു പോയാ എന്തോ അപശകനം ഉണ്ടെന്നല്ലേ? നമ്മൾ ചെയ്യുന്ന പൂജയിൽ എന്തെങ്കിലും തെറ്റ് സംഭവിക്കുന്നുണ്ടാവോ? അതോ സർപ്പയാഗത്തിൽ എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുന്നുണ്ടാവോ? എന്തിന്റെ ഒരു സൂചനയാണിതെന്ന് എന്തോ എന്റെ മനസ്സ് പറയുന്നുണ്ട്. എനിക്ക് ഒരുപാട് പേടിയാവുന്നു മുത്തശ്ശി. സർപ്പയാഗത്തിന്റെ എഫക്റ്റ് ആയത്. ഭൂമിയിലുള്ള എല്ലാ പാമ്പിനെയും കൊല്ലാൻ വേണ്ടി പോയിരിക്കുകയല്ലേ. പാമ്പുകളെ ഒന്നും വെറുതെ ഇരിക്കില്ലല്ലോ. അവരും ജീവിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുക തന്നെ ചെയ്യും. എന്നുവെച്ചാ സർപ്പയാഗത്തിലാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? മുത്തശ്ശി, എന്തെങ്കിലും പറയൂ മുത്തശ്ശി. ഇങ്ങനെ മിണ്ടാതിരുന്നു കഴിഞ്ഞാ എനിക്ക് ഒരുപാട് പേടിയാവുന്നു മുത്തശ്ശി. അറിയില്ല. ചിലപ്പോ ദീപം കാറ്റ് തണഞ്ഞു പോയതായിരിക്കും. അതെങ്ങനെയാണ് അപശകുനമാണെന്ന് കരുതുക? ഒന്നുകൂടെ കത്തിച്ചാ പോരെ? ആദിശേഷ, ഭാഗ്യം, അവസാനം സ്വാമി സന്നിധിയിൽ എത്താൻ കഴിഞ്ഞല്ലോ. ഇതെന്താ ഇത്? അകത്തേക്ക് കടക്കാൻ പറ്റുന്നില്ലല്ലോ. ഏതോ ഒരു ശക്തി എന്നെ തടയുന്നുണ്ട്. അഗ്നിയും കൂടെ എന്നെ കൈ ഒഴിഞ്ഞിരിക്കുകയാണോ? സുബ്രഹ്മണ്യ സ്വാമി, അങ്ങയുടെ സന്നിധി വരെ എത്തിയിട്ടും അങ്ങയെ ദർശിക്കാൻ എനിക്ക് ആവുന്നില്ലല്ലോ. അങ്ങയ്ക്കും എന്റെ മേൽ ദേഷ്യമാണോ? എന്നെ സഹായിക്കാൻ ആരുമില്ല. അങ്ങും എന്നെ സഹായിക്കില്ലെന്നാണോ? ഞാൻ അങ്ങയുടെ സമക്ഷം എത്തിയത് ഇനിയും അങ്ങ് അറിഞ്ഞിട്ടില്ലെന്നാണോ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സുബ്രഹ്മണ്യ സ്വാമി, ശിവന്റെ തേജസ്സിൽ നിന്ന് ശരവണ സരോവരത്തിൽ ജനിച്ച ബാലക ശരവണ ഭവ. 6 കാർത്തിക നക്ഷത്രത്തിൽ നിന്ന് മുലപ്പാൽ നുകർന്ന് കാർത്തികേയ. 6 മുഖമുള്ളതിനാൽ ഷൺമുഖ. ഗംഗാദേവിയുടെ പുത്രനായ ഗാംഗേയ. അഗ്നിദേവന്റെ മകനായ അഗ്നിസംഭവ. മുഴുവൻ ദേവതകളുടെയും രക്ഷകനായി ജന്മമെടുത്ത സ്കന്ദ. ബ്രഹ്മദേവന്റെ മാനസപുത്രനായ സനത് കുമാരന്റെ അവതാരം. അച്ഛനെയും ബ്രഹ്മദേവനെയും പ്രണവാർത്ഥം ബോധിപ്പിച്ച സുബ്രഹ്മണ്യ. അങ്ങയെ കാണുവാനായി ഒരുപാട് കഷ്ടപ്പെട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങയിൽ നിന്നും എനിക്ക് സഹായം ലഭിച്ചേ മതിയാകൂ. എന്റെ ഭർത്താവിനെ അങ്ങ് രക്ഷിച്ചേ മതിയാകൂ. സർപ്പയാഗത്തിൽ എന്റെ ആദിശേഷന്റെ പ്രാണൻ നഷ്ടമായേക്കും. മുഴുവൻ നാഗവംശവും നശിച്ചു പോകും. നാഗലോകത്തിന്റെ ഭാവി അങ്ങയുടെ കയ്യിലാണ് സ്വാമി. നാഗകുലത്തെ അങ്ങ് രക്ഷിച്ചാലും സ്വാമി.
സാധ്യമായിരിക്കുന്നത് സ്വാമി? പറയൂ. നാഗകുലത്തെ അങ്ങ് രക്ഷിക്കില്ലേ? എന്റെ ആദിശേഷനെ അങ്ങ് രക്ഷിക്കില്ലേ? സുബ്രഹ്മണ്യ സ്വാമി, സർപ്പയാഗം എപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഭവതി. അതിനി തടയുക എന്നത് നമുക്ക് സാധ്യമാവുന്നതല്ല. അങ്ങനെ പറയരുത് സ്വാമി. ഗരുഡൻ വാസുകിയെ സംഹരിക്കാൻ പുറപ്പെട്ടപ്പോൾ വാസുകിയെ രക്ഷിച്ചത് അങ്ങല്ലേ സ്വാമി? വാസുകിയെ രക്ഷിച്ച് ഭൂലോകത്തെ തന്നെ രക്ഷിച്ച ദേവനാണങ്ങ്. എന്റെ ആദിശേഷനെ അങ്ങ് തന്നെ രക്ഷിക്കണം സ്വാമി. വാസുകി സങ്കടത്തിലായിരുന്നപ്പോൾ എങ്ങനെ നാഗലോകം മുഴുവൻ പ്രാണഭയത്തിലായിരുന്നുവോ, ഇപ്പോഴും അതേ പ്രാണഭയത്തിലാണുള്ളത്. അങ്ങ് അഭയഹസ്തം തരാതിരുന്നാൽ നാഗകുലം തന്നെ നാശമായി തീരും. വാസുകിയെ രക്ഷിച്ചത് പിതാശ്രീയുടെ ആജ്ഞ അനുസരിച്ചാണ്. ആ പരമേശ്വരന്റെ ആജ്ഞ ഇല്ലാതിരിക്കാം, എന്നാൽ ഈ ഭക്തയുടെ പ്രാർത്ഥനയുണ്ടല്ലോ, എന്റെ കണ്ണീരുണ്ടല്ലോ. എന്നെ കണ്ണീരിലെങ്കിലും കരുണ കാണിച്ച് എന്റെ ആദിശേഷനെ രക്ഷിച്ചു തരൂ സ്വാമി. അസാധ്യം. എന്തിനാണ് അങ്ങേക്ക് എന്നോട് ഇത്രയും ദേഷ്യം? ഇത്രയും നാൾ അങ്ങയുടെ അച്ഛനെ സേവിച്ച് വന്നവളല്ലേ ഞാൻ. അങ്ങയുടെ സഹോദരൻ ഗജമുഖൻ പാമ്പിനെ ഉദരത്തിൽ ആഭരണമാക്കിയിട്ടുണ്ട്. ഞങ്ങളാൽ ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങയാൽ ആദിശേഷന്റെ രക്ഷയും നടത്തേണ്ടതാണ്. ഇതാണ് എന്റെ പ്രാർത്ഥന. ആദിശേഷനെ നേടാനായി 23 വർഷങ്ങൾ വെറും വേദന മാത്രം തിന്നവളാണ്. എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് എന്റെ ആദിശേഷനുമായിട്ട് ഒന്നിച്ചു ചേരാമെന്ന് കരുതിയിരുന്നു. എന്നാൽ ഇപ്പോൾ സർപ്പയാഗം എതിരെ വന്നിരിക്കുന്നു. അങ്ങയുടെ മനസ്സ് മാറ്റി എന്നെ സഹായിക്കാതെ പോയാൽ എനിക്ക് എന്റെ ആദിശേഷനെ എന്നേക്കുമായി നഷ്ടപ്പെടേണ്ടി വരും. ദയവ് ചെയ്ത് സഹായം ചെയ്യൂ സ്വാമി. ആകട്ടെ, ഭവതിയെ നാം സഹായിക്കാം. എന്നാൽ എനിക്ക് ഭവതിയെ ഒന്ന് പരീക്ഷിക്കേണ്ടതുണ്ട്. ഭവതിയുടേത് നിഷ്കളങ്ക ഭക്തിയോ അല്ലയോ എന്ന് എനിക്ക് അറിയേണ്ടതുണ്ട്. അത് നിഷ്കളങ്ക ഭക്തി ആണെങ്കിൽ മാത്രമേ എനിക്ക് ഭവതിയെ സഹായിക്കാൻ സാധിക്കൂ. മുതലാളി, അന്ന് അങ്ങൊരിക്കൽ വെടിവെച്ചിട്ട് കൂടി തീരാത്തവനവൻ. വീണ്ടും ജനിച്ചു വന്ന് നമ്മളോട് എതിർക്കണമെന്നുണ്ടെങ്കിൽ ചങ്കുറപ്പുള്ളവൻ തന്നെ ഇവൻ. എത്ര തന്നെ ചങ്കുറപ്പുള്ളവനാണെങ്കിലും ശരി, ഇവന്റെ ചങ്കിടിപ്പ് ഞാൻ ഈ ക്ഷണം തന്നെ നിർത്തിയിരിക്കും. ആദിശേഷൻ ആരാണെന്ന് മനസ്സിലാക്കിയാൽ ആ നിമിഷം അവനെ കൊല്ലാതെ ഞാൻ അടങ്ങിയിരിക്കില്ല. അങ്ങേക്ക് എന്റെ ഭക്തിയിൽ സംശയമുണ്ടല്ലേ? അങ്ങേക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. ഭവതി ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ സംതൃപ്തനായാൽ മാത്രമേ എനിക്ക് ഭവതിയെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങേക്ക് ഇഷ്ടമുള്ളത് എന്താണ് പറയൂ, ഞാൻ അത് തന്നെ ചെയ്യാം. എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഞാൻ ഇനിയും പറഞ്ഞു തരേണ്ടതുണ്ടോ? അങ്ങയുടെ ഇഷ്ടം എനിക്ക് അല്പം സാവകാശം തന്നാലും അങ്ങയുടെ ഇഷ്ടം ഞാൻ തീർച്ചയായും ചെയ്യും. ജയ് മഹാകാളി. ആദിശേഷൻ ആരാണെന്ന് മനസ്സിലാക്കിയാൽ ആ നിമിഷം അവനെ കൊല്ലാതെ ഞാൻ അടങ്ങിയിരിക്കില്ല. വേഗം ആവട്ടെ ബാബ, അവൻ ആരാണെന്ന് അറിയാൻ ധൃതിയായി. ഇനി അല്പസമയം മാത്രം. മുതലാളി, ദേ അവന്റെ കഴുത്ത് വരെ എത്തി. ഇനി കുറച്ചുകൂടി ഉള്ളൂ, മുഖം നമുക്ക് കാണാൻ പറ്റും. ഇവന്റെ മുഖം കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്നത് തന്നെ. എത്രയും വേഗം കൊല്ലണം എനിക്കവനെ.
ഇത്രയും നാൾ കഴിച്ചു കൂട്ടിയതും നേര് ജീവിച്ചതും എല്ലാം ഓർക്കുമ്പോ ഇപ്പൊ കുറച്ച് ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട് മുതലാളി. ഇവനെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന നാഗറാണിയെ ഒരു കാരണവശാലും നമ്മൾ ജീവനോടെ തിരിച്ചയക്കില്ല. ഇനി മുതൽ നാഗമാണിക്യത്തിന്റെ ശക്തി പൂർണ്ണമായും എനിക്കായിരിക്കും. എല്ലാം തീരട്ടെ. അവന്റെ അവസാന ശ്വാസം നിലയ്ക്കുന്നവരെ നമ്മൾ ആരും വിശ്രമിക്കരുത്. ഇത്രയൊക്കെ നമ്മൾ ക്ഷമിച്ചില്ലേ? ഇനി അവന്റെ തലകൂടി ഒന്ന് കാണട്ടെ. അവൻ ആരാന്ന് നമുക്ക് അറിയണ്ടേ മുതലാളി? സ്വാമി, അങ്ങേക്ക് ഇഷ്ടമുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ കൂടെ ഒന്ന് വരാമോ? തീർച്ചയായും വരാമല്ലോ. സ്വാമി, ഇതെല്ലാം അങ്ങേക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. നാം എന്ത് കാര്യത്തിനു വേണ്ടി ഭൂമിയിലേക്ക് വന്നുവോ അത് തന്നെ നമുക്ക് നൈവേദ്യമായി നൽകിയിരിക്കുന്നുവല്ലോ. നമ്മെ സംതൃപ്തനാക്കുവാനായി ഭവതിക്ക് കഴിഞ്ഞിരിക്കുന്നു. ഭവതി വെറും ഒരു പോരാട്ടക്കാരി മാത്രമല്ല, ബുദ്ധിമതിയുമാണ്. നാം ഇതിൽ സംപ്രീതനായിരിക്കുന്നു. എന്തു വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ, എല്ലാ ആഗ്രഹവും നാം നിറവേറ്റിത്തരാം. എനിക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. എന്റെ ആദിശേഷനെ സർപ്പയാഗത്തിൽ നിന്നും രക്ഷിക്കുക, അത്രമാത്രം. ആലോചിച്ചു നോക്കൂ, നാം പ്രത്യക്ഷപ്പെടുന്നത് തന്നെ പുണ്യമാണ്. ഭവതിക്കിതാ നാം വരം നൽകുന്നു. നന്നായി ആലോചിച്ചിട്ട് തന്നെ ചോദിച്ചു കൊള്ളുക. എത്ര തന്നെ ആലോചിച്ചാലും അതെ, എന്റെ ഉത്തരം എന്റെ ജീവനായ എന്റെ ആദിശേഷൻ മാത്രമാണ്. അവന് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അവന്റെ പ്രാണൻ രക്ഷപ്പെട്ടാൽ മതി. അതുപോലെ തന്നെ നാഗകുലവും രക്ഷപ്പെടണം. നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കട്ടെ. തഥാസ്തു. ബാബ, എന്താണ് ബാബ ഒരു തടസ്സം പോലെ? അതെനിക്കും മനസ്സിലാകുന്നില്ല. ഏതോ ഒരു ശക്തി സർപ്പയാഗം നിർത്തുവാനായി ശ്രമിക്കുന്നുണ്ടെന്നർത്ഥം. അതേത് ശക്തി ബാബ? അപ്പോ യാഗം ഫലം തരുന്നില്ലെന്നാണോ? എന്റെ ശക്തി തടയുവാനുള്ളൊരു ശക്തി ഈ ഭൂമിയിൽ തന്നെയില്ല. ഭ്രമിക്കേണ്ടതില്ല, പരിഹാരമുണ്ട്. ജയ് മഹാകാളി. എന്റെ യാഗം തടസ്സപ്പെടുത്തുവാൻ നോക്കുന്നുവോ നീ? ജയ് മഹാകാളി. ബാബ, എന്താണിത്? എനിക്കും മനസ്സിലാകുന്നില്ല. ഇത് നിസ്സാരക്കാരനല്ല. ഇത്രയും ശക്തി ഇതിനുണ്ടാകുവാൻ എന്താണ് കാരണം? ഇതേതോ ദൈവത്തിന്റെ വാഹനമാണ്. ബാബ, എന്താണിതൊക്കെ? നമ്മുടെ യാഗം തടസ്സപ്പെടുത്താനായി ആരെങ്കിലും ഒക്കെ പറഞ്ഞയച്ചതായിരിക്കും ഇതിനെ. ഞാൻ ഇതിനെ വെറുതെ വിടില്ല. ദിഗ്വിജയ.